പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിപാവനമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് കേൾപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇത്രത്തോളം അവൻ നമ്മെ കാത്ത് പരിപാലിച്ചല്ലോ. പ്രിയമക്കളെ, ഈ നാളുകളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിന് വിശുദ്ധ ഗ്രന്ഥം തരുന്ന ഉത്തരങ്ങളാണ്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന മനോഹരമായ ധ്യാനമാണ് നാം കേട്ടവസാനിപ്പിച്ചത്. അതിനെ തുടർന്ന് കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു: നീതി നിമിത്തമായിട്ട് പീഡ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ വലുതാകൊണ്ട് അവർ സന്തോഷിച്ച് ആനന്ദിക്കട്ടെ. നീതി നിമിത്തം പീഡ സഹിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ ഈ സഹനത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, നീതി കിട്ടേണ്ടതിനു വേണ്ടി അർഹതപ്പെട്ട ഒരാൾ സഹിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഈ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ നീതി നിഷേധകരായി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീതി കിട്ടാത്ത പതിനായിരങ്ങളും ലക്ഷങ്ങളും ലോകത്തുണ്ട്. അർഹതപ്പെട്ട ഒരുവൻ്റെ അർഹതപ്പെട്ടത് എന്തെങ്കിലും അനർഹനായ മറ്റൊരാൾ അവകാശപ്പെടുത്തി വച്ചാൽ അർഹനായവന് നീതി നിഷേധിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ അർഹനായവൻ്റെ ജോലിയാകാം, അർഹനായവൻ്റെ സ്വന്തം ഭൂമിയാകാം, അർഹനായവൻ്റെ കിടപ്പാടമാകാം, അർഹനായവൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും സമ്പത്താകാം. ഇത് അനർഹനായ മറ്റൊരാൾ കൈവശപ്പെടുത്തി വെച്ചാൽ അത് സ്വന്തമായിരിക്കേണ്ടവന് നീതി നിഷേധിക്കപ്പെടുകയാണ്. നീതി കിട്ടുവാൻ വേണ്ടി അവൻ വാതിലുകൾ കൊട്ടുംതോറും അത് അടയ്ക്കപ്പെടുന്നുവെങ്കിൽ, അവൻ ന്യായാധിപൻ്റെ അരികിൽ ചെല്ലുമ്പോൾ അവിടെയും നീതി നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ, അനർഹൻ എല്ലാം കയ്യേറ്റം ചെയ്യുമ്പോൾ നീതിന്യായ വ്യവസ്ഥകൾ പോലും അനർഹൻ അനുകൂലമായി നിലപാടെടുക്കുന്നുവെങ്കിൽ, അർഹനായവൻ്റെ കണ്ണുനീർ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടും. അതിന് സംശയമൊന്നുമില്ല. അർഹമായ നീതി ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടുവെങ്കിൽ അവൻ ഈ ലോകത്തിൻ്റെ മുൻപിൽ ഒരുപാട് സഹിക്കേണ്ടി വരുന്നു, ഒരുപാട് കരയേണ്ടി വരുന്നു, ഒരുപാട് അപമാനിതനാകേണ്ടി വരുന്നു. ഒരുപാട് പേരുടെ മുമ്പിൽ അവൻ്റെ മുഖം ഉയർത്താൻ കഴിയാതെ ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ നിന്നവൻ തിരസ്കൃതനാകുന്നു, പുറത്താക്കപ്പെടുന്നു. അവിടെ മറ്റൊരാൾ കയറി അവകാശം സ്ഥാപിച്ച് അവിടെ വാഴുന്നു. തെരുവിൽ അലയേണ്ടി വരുന്ന ഈ സാധുവിന് വേണ്ടി സ്വർഗം പ്രതിഫലം കരുതി വച്ചിട്ടുണ്ട് എന്ന് യേശു കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഈ നിലവാരത്തിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടേണ്ടി വന്നിട്ട് ഒരിടത്തും നീതി കിട്ടാതെ വലിയ നിലവിളിയോടെ നാളുകൾ ചിലവഴിച്ച ധാരാളം പേർ മുൻപ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം പേർ അങ്ങനെ ജീവിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കം ചിലരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട്. എന്നാൽ ആദ്യം മുതൽ ഇന്നുവരെ നീതി നിഷേധകരാരും ഇങ്ങനെയുള്ളവരുടെ നിലവിളി കേൾക്കുകയോ അവരോട് അനുകൂലപ്പെടുകയോ എൻ്റെ നിലപാട് കൊണ്ടാണ് ഈ സാധുവിന് നീതി നിഷേധിക്കപ്പെട്ടതെന്നും അവൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുമെന്നും അത് ദൈവം സ്വീകരിച്ചാൽ ഭാവിയിൽ അത് അവന് ഉപകാരമായി വരുമെന്നും എനിക്കത് ഭാവിയിൽ ദോഷമായി തീരുമെന്നും ഈ ലോകത്ത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇപ്രകാരം നീതി നിഷേധിക്കപ്പെട്ട ഒരു പരമസാധുവിൻ്റെ നെഞ്ചുപിളരുന്ന നിലവിളിയുടെ ചരിത്രമുണ്ട്. ഇസ്രയേലിലെ ആഹാബ് മഹാരാജാവിൻ്റെ കാലത്ത് ഒരു നാൾ ഉറക്കമുണർന്ന ആഹാബ് മഹാരാജാവ് തൻ്റെ അന്തഃപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴ്വരയിലേക്ക് നോക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്ത് വിശാലവും മനോഹരവുമായ ഒരു മുന്തിരിത്തോട്ടം കാണുവാനിടയായി. സുഖലോലുപതയുടെ നെറുകയിൽ സകലതും മറന്ന് അന്ധനായി ജീവിച്ച ആഹാബ് ഇങ്ങനെ മനസ്സിൽ ഒരു ചിത്രം വരച്ചു. ഈ മുന്തിരിത്തോട്ടം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒരു പൂന്തോട്ടം ഇവിടെ ഉണ്ടാക്കാമായിരുന്നു.
സായാഹ്നങ്ങളിൽ അവിടെ സവാരി നടത്താമായിരുന്നു, അവിടെ ഇറങ്ങിയിരുന്ന് പൂക്കളെ കണ്ട് ഉല്ലസിക്കാമായിരുന്നു. രാജാവ് അന്വേഷിച്ചു, ആരുടേതാണ് ഈ മുന്തിരിത്തോട്ടം? വിവരം കൊട്ടാരത്തിൽ വിശേഷമായി പെട്ടെന്ന് കൊണ്ടുവരപ്പെട്ടു. അത് നാബോത്ത് എന്നു പേരുള്ള ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ കൃഷിയിടമാണ്. അവനെ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ രാജാവ് ഉത്തരവിട്ടു. പാവപ്പെട്ട നാബോത്ത് ബന്ധനസ്ഥനായി കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ടു. എന്തിനാണ് തന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചവർ ആരും അവനൊരു ഉത്തരവും കൊടുത്തില്ല. കൊട്ടാരത്തിലെത്തിയപ്പോൾ ആഹാബ് അവനോട് സ്നേഹമായിട്ടാണ് ഇടപെട്ടത്. അഹാബ് പറഞ്ഞു, നാബോത്തെ, നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് വല്ലാതെ ബോധിച്ചു. എനിക്ക് അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. ചീരത്തോട്ടം എന്നാണ് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ വായിക്കുന്നത്. ചീരത്തോട്ടം എന്ന് വായിച്ചതുകൊണ്ട് പലർക്കും എന്താണ് ആഹാബ് മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഒരു പൂന്തോട്ടമാണ്, ഒരു ഉദ്യാനം. എനിക്കങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അതുകൊണ്ട് നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് നീ വിലയ്ക്ക് തരണം. നീ ആവശ്യപ്പെടുന്ന വില ഞാൻ നിനക്ക് തരാം. ഉടനെ നാബോത്ത് സങ്കടപ്പെട്ടു. നാബോത്ത് പറഞ്ഞു, യജമാനനെ, എനിക്കത് പ്രയാസമാണ്. എന്തുകൊണ്ടെന്നാൽ പൂർവീക കാലം മുതൽ എൻ്റെ പിതാക്കന്മാരുടെ രക്തവും വിയർപ്പും കണ്ണുനീരും ഒഴുകിയിറങ്ങിയ മണ്ണാണത്. അത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ്. മാത്രമല്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഒരുപാട് പേരുടെ അസ്ഥിത്തറകളുണ്ട് അതിനകത്ത്. അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട മണ്ണാണ്. അത് തലമുറകൾ കൈമാറ്റം ചെയ്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഞങ്ങളുടെ കുടുംബ സ്വത്താണ്. അത് അന്യ കൈവശം പോവുക എന്നുള്ളതും അവിടെ ഒരു ഉദ്യാനം സ്ഥാപിച്ച് ഞങ്ങളുടെ പിതൃക്കളുടെ ഓർമ്മ അവിടെ നിന്ന് മായിച്ചു കളയുക എന്നുള്ളതും സഹിക്കവയ്യാത്തൊരു സംഗതിയാണ്. രാജാവ് എന്നെ കുഴപ്പത്തിലാക്കരുത്, എന്നോടങ്ങനെ ആവശ്യപ്പെടരുത്, എനിക്ക് നീതി നടത്തി തരണം. ആഹാബിന് കർക്കശമായ ഒരു തീരുമാനമെടുക്കാൻ അപ്പോൾ കഴിഞ്ഞില്ല. കാരണം ആഹാബ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും കുറേയധികം അലിവ് കാണിച്ചിട്ടുള്ള, ഒരുപക്ഷെ ഒരു ക്രൂരനോ കഠിനനോ ആയി ഇടപെടാൻ കഴിയാത്ത ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ്റെ ഭാര്യയായിരുന്ന ഈസബേൽ അതികഠിനമായ ഹൃദയത്തിൻ്റെ ഉടമയും മനസാക്ഷി തികച്ചുമില്ലാത്തവളും പൈശാചിക ഭാവങ്ങളുടെ കലവറയുമായിരുന്നു. എന്നാൽ ഈ തോട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് കൊട്ടാരത്തിനകത്ത് കമിഴ്ന്നു കിടന്ന് ഏങ്ങലടിക്കുന്ന ഈ ആഹാബിനെ കണ്ടിട്ട് ഈസബേൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത് മഹാരാജൻ? ഞാനുണ്ടല്ലോ നിൻ്റെ പട്ടമഹിഷി, നീ എന്നോട് നിൻ്റെ കാര്യം പറക, അത് ഞാൻ സാധിപ്പിച്ചു തരും. നിൻ്റെ സങ്കടം എന്തായാലും നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഞാൻ അതിന്മേൽ തീരുമാനമുണ്ടാക്കിത്തരും. ആഹാബ് കരയുന്ന കുഞ്ഞിനോട് കാര്യം ചോദിച്ച അമ്മയോട് കരഞ്ഞുകൊണ്ട് കാര്യം പറയുന്ന കുഞ്ഞിനെ പോലെ തൻ്റെ ഭാര്യയുടെ മുമ്പിൽ തികച്ചും കഴിവുകെട്ടവനും തൻ്റെ വ്യക്തിത്വം മറന്നവനും ആണത്വം പണയപ്പെടുത്തിയവനുമായ ആഹാബ് മഹാരാജ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കെ തൻ്റെ രാജത്വം മറന്നുപോയ ഈ ആഹാബ് തൻ്റെ തീരുമാനം ശരിവച്ച് ഇനി അതിന്മേൽ ആരും ഇടപെടേണ്ട എന്ന് പറയേണ്ടതിന് പകരം താൻ ആഗ്രഹിച്ചത് തനിക്ക് കിട്ടാതെ പോയത് തൻ്റെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവൾ പറഞ്ഞു, എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറി പാൽക്കഞ്ഞി കുടിച്ച് നീ വിശ്രമിക്കുക, വേണ്ടത് ഞാൻ ചെയ്തു കൊള്ളാം. ദൈവമക്കളെ, നാബോത്തിൻ്റെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചത് ഒരിക്കലും സ്വപ്നേബി കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഇസബേൽ എന്ന കുടില സ്ത്രീ അവളുടെ ദുർബുദ്ധി മുഴുവനും അവിടെ ഉപയോഗിച്ചു. ഈ നാബോത്തിനെതിരെ 2 കള്ളസാക്ഷികളെ പണം കൊടുത്ത് വശത്താക്കി. പണം കൊടുത്താൽ കള്ളസാക്ഷി പറയുന്നവർ ഈ കാലത്തല്ല ആ കാലത്തും ഉണ്ടായിരുന്നു. പണം കിട്ടിയാൽ കള്ളസാക്ഷി മാത്രമല്ല കള്ളപ്രമാണമുണ്ടാക്കുന്നവരും ഒരുപക്ഷെ നിയമാവലികളും ഭരണഘടനകളും തന്നെ തിരുത്തി എഴുതുന്നവരുമായ വക്രബുദ്ധിയുടെ രാക്ഷസന്മാർ ഈ കാലഘട്ടത്തിലുണ്ട്, അന്നും ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നാം തിരിച്ചറിയേണ്ടതാണ്. ഈ പണം വാങ്ങിയ 2 കള്ളസാക്ഷികൾ ഇസബേൽ പറഞ്ഞു കൊടുത്തതുപോലെ പറയാമെന്ന് സമ്മതിച്ചു. നാബോത്തിനെതിരെ ഒരു പരാതി പിറ്റേന്ന് രാവിലെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ടു. പരാതിയിൽ പറഞ്ഞത് നാബോത്ത് ന്യായപ്രമാണത്തിനെതിരെ സംസാരിച്ചു, ദൈവാലയത്തിനെതിരെ സംസാരിച്ചു,
രാജസിംഹാസനത്തിനെതിരെ സംസാരിച്ചു എന്നാണ്. ഈ 3 കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടാൽ അത് ചെയ്തവൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടണമെന്നാണ് ന്യായപ്രമാണ നീതി. ഈ കുറ്റങ്ങൾ അവൻ്റെ മേൽ ആരോപിക്കപ്പെട്ട നിലയ്ക്ക് ഇസബേലിൻ്റെ നിർദ്ദേശപ്രകാരം അവനെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിൽ ഹാജരാക്കി. അപ്രാവശ്യം അവൻ്റെ ബന്ധനങ്ങൾ അഴിക്കപ്പെട്ടില്ല. എന്തിനു തന്നെ കൊട്ടാരത്തിൽ ഹാജരാക്കി എന്നവൻ നിലവിളിയോട് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് തന്നെ ബന്ധിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ രാജകൊട്ടാരത്തിലെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ അവൻ്റെ കുറ്റപത്രം വായിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഇങ്ങനൊരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ദൈവദൂഷണം പറഞ്ഞിട്ടില്ല, ദൈവാലയത്തിനെതിരെ സംസാരിച്ചിട്ടില്ല, പ്രമാണത്തിനെതിരെ ന്യായപ്രമാണത്തിനെതിരെ സംസാരിച്ചിട്ടില്ല, രാജസിംഹാസനത്തിനെതിരെ ഞാൻ ഉരിയാടിയിട്ടില്ല, ഞാനൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല, ഇത് ചതിയാണ്, ആര് കേൾക്കാൻ? ഉടനെ ന്യായാധിപ സംഘം ചോദിക്കുന്നുണ്ട്, മുൻപ് ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു നാടകമാണത്, ആരെങ്കിലും ഉണ്ടോ ഇയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന് നേർസാക്ഷികളായി? ഒരുവൻ വന്ന് പഠിപ്പിച്ചു വെച്ചതെല്ലാം കൃത്യതയോടെ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കിട്ടിയ പണത്തിൻ്റെ ഘനത്തിനനുസരിച്ച് പച്ചക്കള്ളം പറഞ്ഞ് പാവപ്പെട്ട നാബോത്തിനെതിരെ അദ്ദേഹം ചെയ്യാത്ത തെറ്റുകൾ ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. അപ്പോഴും അവൻ നിലവിളിക്കുന്നുണ്ട്, നിലത്ത് മുട്ടുകുത്തി അലറി വിളിച്ചു, ഇത് ചതിയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല, ഞാൻ ദൈവത്തിനെതിരല്ല, ന്യായപ്രമാണത്തിനെതിരല്ല, ആലയത്തിനെതിരല്ല, രാജകൊട്ടാരത്തിനെതിരല്ല, ഞാൻ വിശ്വസ്തനായ ഒരു പ്രജയാണ്, വിശ്വാസിയാണ്, എന്നെ ചതിക്കരുത്, ആര് കേൾക്കാൻ? ന്യായാധിപ സംഘം ചോദിക്കുന്നു, ഒരു സാക്ഷി മാത്രം ഒരാൾക്ക് എതിർ സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം അംഗീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണം പറയുന്നു, 2 സാക്ഷികളുടെ സാക്ഷ്യം ഒരേപോലെ ഒത്തുവന്നാൽ ഇവിടെ ഹാജരാക്കപ്പെട്ട പ്രതി കുറ്റവാളി എന്ന് വിധിക്കുകയും ന്യായപ്രമാണത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ അവൻ്റെ മേൽ വരികയും വേണം. എന്നാൽ 2ാമത്തെ സാക്ഷി ഹാജരായി. ആദ്യത്തെ സാക്ഷിയുടെ സാന്നിധ്യത്തിൽ അല്ലാതെ 2ാമത്തെ സാക്ഷി ഒറ്റയ്ക്ക് നിന്ന് മുൻസാക്ഷി പറഞ്ഞത് അക്ഷരപ്രാസം വ്യത്യാസമില്ലാതെ ആവർത്തിച്ചപ്പോൾ അതിൽ തന്നെ ഒരു നാടകമുണ്ടെന്നും ഒരു ആസൂത്രണമുണ്ടെന്നും ഒരു ചതിയുണ്ടെന്നും എല്ലാവരും അറിഞ്ഞിട്ടും എല്ലാവരും ആർത്ത് ചിരിക്കുകയാണ് ചെയ്തത്. ഇത് 2 പേരുടെ സാക്ഷ്യം ഒത്തുവന്നിരിക്കുന്നു. ഇനി നാബോത്തെ നിനക്ക് രക്ഷയില്ല. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികളല്ല, ചോരത്തുള്ളികളാണ് പുറത്തേക്ക് ചാടിയത്. ദൈവമക്കളെ, ആ മനുഷ്യൻ അലറിക്കരഞ്ഞു, നിലത്ത് കിടന്നുരുണ്ടു. പക്ഷേ ആരും അവൻ അനുകൂലമായി ശബ്ദിച്ചില്ല. കാരണം ഇസബേലിനെ എല്ലാവർക്കും പേടിയാണ്. കൊട്ടാരത്തിലെ പ്രഭുസദസ് ന്യായാധിപ സംഘം വിധി പറഞ്ഞു, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. പ്രിയപ്പെട്ടവരെ, പേപ്പട്ടിയെ കല്ലെറിയും പോലെ തെരുവോരത്ത് ഓടിച്ചുട്ട് പാവപ്പെട്ട നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. നാബോത്തിൻ്റെ സ്വന്തമായി ഉണ്ടായിരുന്ന ആ മുന്തിരിത്തോട്ടത്തിന് ഇപ്പോൾ ഉടമയില്ലാതെയായി. ഉടമയില്ലാത്ത ഏത് ഭൂമിയും രാജകൊട്ടാരത്തിലേക്ക് മുതൽ കൂട്ടണം, അത് സർക്കാരിൻ്റേതാണെന്ന പൊതുതത്വം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അങ്ങനെ അത് കൊട്ടാരത്തിലേക്ക് മുതൽ കൂട്ടപ്പെട്ടു. രാജാവ് അവിടെ ഉദ്യാനം പണിതു. ദൈവമക്കളെ, ഒരു പാവപ്പെട്ടവന് നീതി നിഷേധിക്കപ്പെട്ടു. അവൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു. എന്നാൽ അവൻ്റെ ദീനരോധനം സ്വർഗത്തിലെത്തി. അവനു വേണ്ടി ദൈവം പ്രതിക്രിയ നടത്തുമെന്ന് അവന് ഉറപ്പ് കിട്ടി. ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടത്തിന് പകരം ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്വർഗീയ മുന്തിരിത്തോപ്പിൽ അവന് വേലക്കാരനായിട്ടല്ല അവകാശിയായി ഇരിപ്പിടം കൊടുക്കുവാൻ സ്വർഗം സമ്മതിച്ചിരിക്കുന്നതായി അവൻ്റെ കാതിൽ ദൈവദൂതൻ ഓതിക്കൊടുത്തിട്ടുണ്ടാകണം. എന്നാൽ ഇപ്രകാരം ഒരു പാവപ്പെട്ടവൻ്റെ രക്തം ചീന്തി അവന് നീതി നിഷേധിച്ച് അവനെ കൊന്നൊടുക്കിക്കളഞ്ഞെല്ലാം സ്വന്തമാക്കി ജയഭേരി മുഴക്കിയ ആഹാബിനും ഇസബേലിനും ദീർഘായുസ്സുണ്ടായില്ല. ഈ സംഭവത്തിൻ്റെ പേരിൽ തന്നെ അവരുടെ മേൽ ന്യായവിധി വരികയായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ നാവിലൂടെ ദൈവം തൻ്റെ യഥാർത്ഥ വേദനയും അതിന് അവർ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ എന്താണെന്നുള്ളതും പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ഇസ്രയേലിൻ്റെ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടും എല്ലാ പരിരക്ഷയും ഉണ്ടായിട്ടും നാബോത്ത് എന്ന പാവപ്പെട്ട കൃഷിക്കാരൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോര തെരുവ് നായ്ക്കൾ നക്കിക്കുടിച്ചതുപോലെ ഈ ആഹാബ് എന്ന മഹാരാജാവിൻ്റെ ചങ്കിലെ ചോര തെരുവ് പട്ടികൾ നക്കിക്കുടിക്കുമെന്ന് ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ നാവിൽ നിന്ന് വിളംബരമുണ്ടായി. അത് അക്ഷരം പ്രതി നിറവേറി. അത് നിങ്ങൾ വേദപുസ്തകം വായിച്ച് പഠിച്ചാൽ വ്യക്തമായി മനസ്സിലാകും. അത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17, 18, 19 അധ്യായങ്ങളിലൊക്കെയാണ് ആഹാബിൻ്റെ ചരിത്രം വായിച്ചു നോക്കുക. എന്നാൽ ഇതിനൊക്കെ കാരണഭൂതയായ ഇസബേൽ മഹാറാണിക്ക് സംഭവിച്ചത് അതിനേക്കാൾ ദാരുണമായ മറ്റൊരു സംഭവമാണ്.
അവളുടെ ശരീരം മാത്രം, അവളുടെ രക്തം മാത്രമല്ല മാംസവും കൂടെ തെരുവു നായ്ക്കൾ തിന്നുകളഞ്ഞു. അതിനെക്കുറിച്ചും മുൻപ് പ്രവാചക പ്രഖ്യാപനമുണ്ടായിരുന്നു. അവളുടെ ശവമടക്കിന് ചെന്നപ്പോൾ 3 എല്ലിൻ കഷണങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. മാംസത്തിൻ്റെ കഷണം പോലും മിച്ചമുണ്ടായില്ല. പട്ടി തിന്നുപോയി എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. ദൈവമക്കളെ, എന്നാൽ നാബോത്ത് ഈ ഭൂമിയിൽ നീതി നിഷേധിക്കപ്പെട്ടവനാണ്, നീതിക്ക് വേണ്ടി പീഡ സഹിച്ചവനാണ്. അവൻ്റെ നിലവിളി ആരും കേട്ടില്ല, പക്ഷെ സ്വർഗം കേട്ടു. അവന് നീതി നിഷേധിച്ചവർക്ക് ഇവിടെ വച്ച് അതിദാരുണമായ ശിക്ഷ കിട്ടി. നിത്യതയിൽ അവർ പ്രവേശിച്ചാൽ നരകമല്ലാതെ സ്വർഗം അവർക്ക് കിട്ടുമെന്ന്. എന്താണ് ന്യായം, എന്താണ് ന്യായീകരണം? എന്നാൽ നാബോത്തിനെ സംബന്ധിച്ച് ഇവിടെ അവന് നഷ്ടം വന്നെങ്കിലും ദൈവം അവനെ ദൂതന്മാരെ അയച്ച് കൈകളിൽ ഏറ്റുവാങ്ങി നിശ്ചയം. ഈ ലോകത്ത് ഒരുപാട് പേര് ഇതുപോലെ അർഹതപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട് നെടുവീർപ്പിലും കണ്ണുനീരിലും കാലം പോക്കുന്നുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവർക്കൊക്കെ ദൈവസന്നിധിയിൽ നീതി കിട്ടുമെന്നാണ് പ്രഖ്യാപനം. ദൈവമക്കളെ, മറുവശത്ത് സാധാരണക്കാരായവർക്ക് നീതി നടത്തി കൊടുക്കാൻ വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിൽ അതികഠിനമായി പീഡ സഹിക്കേണ്ടി വന്ന ഒരുപാട് പേരുണ്ട് ചരിത്രത്തിൽ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ നിലവാരത്തിൽ എണ്ണപ്പെടേണ്ടവരാണെന്ന് നിലപാടെടുത്തുകൊണ്ട് സാമുദായിക വേർതിരിവുകളില്ലാതെ, മതപരമായ വേർതിരിവുകളില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് നവോത്ഥാന ചിന്തകളോടെ ലോകത്തിൽ അവിടെയും ഇവിടെയുമായി അനേകം നേതാക്കന്മാർ അനേക കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റിട്ടുണ്ട്. ലോകം അവർക്ക് കൊടുത്തത് ഒന്നുകിൽ വെടിയുണ്ട, അല്ലെങ്കിൽ കല്ലേറ്, അതുമല്ലെങ്കിൽ കുരിശ്. ഇങ്ങനെ ലോകത്ത് ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നീതിക്ക് വേണ്ടി വാദിച്ചതുകൊണ്ടും നീതി നിഷേധിക്കപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് നിന്നതുകൊണ്ടും. അങ്ങനെ ഈ ലോകത്ത് നീതിക്ക് വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്കൊപ്പമായിരുന്നു എന്നും അവൻ്റെ മനസ്സ്. കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്ന് തീരുമാനിച്ച് കൊണ്ടുവന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയുക എന്ന് വിളംബരം ചെയ്ത് കല്ലെറിയാൻ കൊണ്ടുവന്നവരുടെ പിടിയിൽ നിന്ന് വിടുവിച്ചയച്ചു കർത്താവ്. അവരുടെ കോപം ഇരട്ടിയായി. മതത്തിൻ്റെ ഉന്നതാധികാര സ്ഥാനങ്ങളിലിരുന്ന ആളുകളെ അടക്കി ഭരിച്ചവർക്ക് അവരുടെ ഇരിപ്പിടങ്ങൾക്ക് ഇളക്കം തട്ടുന്നു എന്ന് വന്നപ്പോൾ വീണ്ടും അവരുടെ ഉഗ്രകോപം ഇരട്ടിയായി. ഒരു നല്ല നേതാവായി, നല്ല ഇടയനായി, സാധാരണക്കാരുടെ പങ്കാളിയായി ചേർന്ന് നിന്നുകൊണ്ട് വലിയ ജനസമൂഹത്തെ തന്നിലേക്ക് ആകർഷിച്ച് ഉന്നതാധികാര സ്ഥാനങ്ങളിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാതാക്കളും വക്താക്കളുമായി അറിയപ്പെട്ടവർക്ക് ജനം ചെവി കൊടുക്കാതെ പാവപ്പെട്ട നസ്രായനെ പിന്തുടർന്നപ്പോൾ, അവന് ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും പിന്തുണയുണ്ടായപ്പോൾ, അവന് ഹോശന്ന പാടിക്കൊണ്ട് പതിനായിരങ്ങളും ലക്ഷങ്ങളും തെരുവീതിയെ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ അധികാരസ്ഥാനത്തിരുന്നവരുടെ മത്ത് ഭീകരമായി ഇളകി അവർ അവനെ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. നീതി മാത്രം ചെയ്തവൻ, നീതിയുടെ പക്ഷം ചേർന്ന് നിന്നവൻ, നീതി നടത്തിക്കിട്ടാൻ സാധാരണക്കാരുടെ പക്ഷം ചേർന്ന് നിന്നവൻ, വെറുക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ആലയത്തിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ട കുഷ്ഠരോഗിയെ കൂടെയിരുന്ന് ആശ്വസിപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നീ കരയേണ്ടവനല്ല, നീ ചിരിക്കേണ്ടവനാണെന്ന് അവനോട് പറഞ്ഞവൻ, കരയുന്നവരോടുകൂടെ കരഞ്ഞവൻ, വേദനിക്കുന്നവരോടുകൂടെ വേദനിച്ചവൻ, അങ്ങനെയുള്ള ഒരുവനെ കുരിശേറ്റിക്കളഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? അതേ, നീതി നിമിത്തം പീഡ സഹിക്കുന്ന സകലരും ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുകയാണ്. ഈ ലോകത്ത് ഇത്തരം ആളുകളൊന്നും വളരെ വളരെ വിരളമാണ്. ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടാൽ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇപ്പോൾ ആരുണ്ട് ഇവിടെ? മീഡിയകൾ ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ മീഡിയകളുടെ അജണ്ട പലപ്പോഴും വേറെ പലതുമാണ്. റേറ്റിംഗ് പോയിൻ്റ് കൂട്ടുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ പരസ്യം കൂടുതൽ ലഭിക്കുവാൻ വേണ്ടിയോ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നുവെന്ന് നടിക്കുന്ന ചില വ്യക്തമായ വാർത്താമാധ്യമങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ലാക്കതാണെങ്കിൽ എല്ലായിടങ്ങളിലും ഈ ഇടപെടൽ ഉണ്ടാകണം. പക്ഷേ ഇല്ല. വലിയ ഒരു കരുത്തുറ്റ അല്ലെങ്കിൽ എണ്ണാനാകാതെ അളക്കാനാകാത്ത ഒരു വലിയ സംഖ്യ അവർക്കാരെങ്കിലും കൊടുത്താൽ പിന്നെ ആ നീതികേട് പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് മിണ്ടുകയില്ല. അവിടെ തമസ്കരിച്ചു, തിരശ്ശീലയിട്ടു, പിന്നെ ഷട്ടറടച്ച മാതിരിയാണ്. അത് നീതിക്ക് വേണ്ടിയുള്ള വാദമല്ല, നിലപാടല്ല. നീതിക്ക് വേണ്ടി നിലപാടെടുത്തവർ എന്നും വില കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അവർ ജീവനെ
തങ്ങളുടെ ഭാവിയെ ഒക്കെ തൃണവൽഗണിച്ചാണ് ഈ വലിയ പോരാട്ടത്തിന് തയ്യാറായത്. ഇത്തരമൊരു പോരാട്ടത്തിന് തയ്യാറായിട്ടുള്ള ആളുകൾ എവിടെയും എന്നും വില കൊടുത്തിട്ടുള്ളവരാണ്. അവരൊരു പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ടവരാണ്. ഇതുപോലെ തന്നെയാണ് ആദിമസഭ മുതൽ ഇന്നുവരെ യേശുക്രിസ്തുവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന് നീതിക്ക് വേണ്ടി നിലപാടെടുത്ത നീതിമാനായ മഹത്വരാജാവായ മശിഹായ്ക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി വാദിച്ച ആളുകൾക്ക്, സത്യമായും അതിന് നിലപാടെടുത്തവർക്ക് ഈ ലോകം കൊടുത്തിട്ടുള്ള മറുപടി. ഈ ലോകം അവർക്ക് അംഗീകാരം കൊടുത്തില്ല, കയ്യടി കൊടുത്തില്ല. കല്ലേറും കുരിശേറ്റും തന്നെയാണ് അവരും നേടിയെടുത്തത്. ആദിമസഭയിലെ വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാരൊക്കെ കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ്. അപ്പോൾ ദൈവമക്കളെ, ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്നാൽ ആ പ്രയാസത്തിലേക്ക് എപ്പോഴാണോ നാം എത്തിപ്പെടാനും ആ പ്രയാസങ്ങൾ അനുഭവിച്ച് നീതിയുടെ പക്ഷത്ത് നിന്ന് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി നടത്തിക്കൊടുക്കാൻ നിലപാടെടുക്കുകയും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുവാൻ നമുക്കെപ്പോഴാണോ ഊർജ്ജമുണ്ടാകുന്നത്, അപ്പോഴാണ് നാം സത്യത്തിൽ ക്രിസ്തുവിനെ അറിയുന്നവരും ക്രിസ്തുവിനെ പിൻപറ്റുന്നവരും ഉത്തമ ക്രിസ്ത്യാനികളുമായി സ്വർഗം അംഗീകരിക്കുന്നത്. അപ്പോഴാണ് നമുക്കത് ഭാഗ്യകരമായ ഒരു ജീവിതാനുഭവമായി തീരുന്നത്. ഇന്ന് നീതി നിഷേധകരുടെ സംഘത്തിൽ ചേർന്നുകൊണ്ട് അനേകം പാവപ്പെട്ടവരുടെ നീതി നിഷേധിച്ച് അവരെ ചൂഷണം ചെയ്ത്, നാബോത്തിനെ ചൂഷണം ചെയ്ത് ആഹാബിനെ പോലെ അട്ടഹസിച്ച് ജീവിക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ പക്ഷം ചേർന്ന് നിന്ന ക്രിസ്തു പോലും ഇന്ന് ഒരു പറ്റം ആളുകൾക്ക് ശത്രുവാണ്. ക്രിസ്ത്യാനി എന്ന് പേരുള്ളവർക്ക് തന്നെ അവർക്ക് വേണ്ടത് ക്രിസ്തുവിനെ ഉപയോഗിച്ചിട്ടുള്ള ചില കച്ചവടങ്ങളാണ്. ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളോ ക്രിസ്തു പഠിപ്പിച്ച കൽപ്പനകളോ ക്രിസ്തു ആചരിച്ച് കാണിച്ച അല്ലെങ്കിൽ ജീവിച്ച് കാണിച്ച മാതൃകകളോ ഒന്നുമല്ല. ക്രിസ്തുവിനെ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുക, അതൊരു ലാഭകരമായ ബിസിനസ്സാക്കി മാറ്റുക. ദൈവമക്കളെ, ഇവിടെയൊക്കെ വലിയ തിരുത്തപ്പെടലുകൾ ആവശ്യമുണ്ട്. ഈ സന്ദേശം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം വിലയിരുത്തി നോക്കണം. നാം ആർക്കെങ്കിലുമുള്ള നീതി നിഷേധിച്ചിട്ടുള്ളവരാണോ? ആഹാബിനെ പോലെ, ഈസബേലിനെ പോലെ ആണെങ്കിൽ അത് വിട്ട് മാറിക്കൊള്ളണം, തിരുത്തിക്കൊള്ളണം, മുൻപ് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തു കൊള്ളണം. നാം എവിടെയെങ്കിലുമൊക്കെ നീതി നിഷേധിക്കപ്പെട്ടവരാണോ? ആണെങ്കിൽ നെടുവീർപ്പും നിലവിളിയുമായി കഴിച്ചു കൂട്ടുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, ഈ ലോകത്ത് എത്ര നീതി നിഷേധിക്കപ്പെട്ടാലും ഭാഗ്യമാണ്. കാരണം സ്വർഗത്തിൽ വലിയ പ്രതിഫലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ണ് കണ്ടിട്ടില്ലാത്തതാണ്, കാത് കേട്ടിട്ടില്ലാത്തതാണ്, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതാണ്, അവർണ്ണനീയമാണ്, ആനന്ദപൂരിതമാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നീതി നിഷേധിക്കപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കാൻ, നിലപാടെടുക്കാൻ, അതിനുവേണ്ടി വില കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് ഒരു ഉത്തമ ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വമാണെന്ന് ഉള്ളിലറിഞ്ഞിട്ട് വ്യക്തതയോടെ അതിനുവേണ്ടി നിലപാടെടുക്കാൻ നാം മനഃപൂർവ്വമായി തീരുമാനിക്കണം. ഈ സന്ദേശം കേട്ട് അവസാനിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ അതിന് തക്കതായ മൂല്യങ്ങളും സമർപ്പണങ്ങളുമുള്ളവരായി മാറുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകണം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമനപ്പെട്ട ദൈവം മുമ്പാകെ സമർപ്പിച്ച് ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ദൈവസന്നിധിയിൽ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അവർ ആ പ്രതിഫലം കണ്ടെത്തിയിരിക്കുന്നുവെന്ന് പഠിപ്പിച്ചല്ലോ. കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് സ്തോത്രം. കേട്ട ദൂതിനൊത്തവണ്ണം ജീവിതത്തെ ചിട്ടപ്പെടുത്തി വിശുദ്ധിയോടെ ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട സന്ദേശം ഉള്ളിൽ ഉറപ്പിച്ച് വിശുദ്ധിയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ ദൈവമേ എത്ര കരഞ്ഞാലും ഉള്ളാൽ ഒന്ന് ആനന്ദിക്കാൻ, എനിക്ക് നിത്യതയിൽ ഒരു വലിയ പ്രതിഫലം ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഓർത്ത് ആശ്വസിപ്പാൻ, നീതി നിഷേധിക്കപ്പെടുന്നവരുടെ പക്ഷം ചേർന്ന് നിന്ന് ദൈവമേ അവർക്ക് വേണ്ടി സംസാരിപ്പാൻ, ശബ്ദമുയർത്താൻ, ഇന്നോളം ആർക്കെങ്കിലും നീതി നിഷേധിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തപ്പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യവും അവസരവും തരുമാറാകണമെന്ന് ഞങ്ങൾ വിനയത്തോടെ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരുന്ന ദൈവമേ, ഞങ്ങൾക്കതിന് തക്കവണ്ണം ശക്തി തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. അവിടുത്തെ കരുത്തുള്ള കരവും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണം. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു നാഥ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.